ബിഗ് ബ്രേക്കിംഗ് എന്നും ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എന്നും നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന അരുൺകുമാറിന്റെയും സംഘത്തിന്റെയും നുണക്കോട്ടകൾ ഇന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി പോറ്റിയെ മുൻനിർത്തി അടൂർ പ്രകാശ് എംപിയെ രാഷ്ട്രീയമായി വേട്ടയാടാൻ റിപ്പോർട്ടർ ചാനൽ നടത്തിയ ഗൂഢാലോചനകൾക്കാണ് ഇന്ന് അടൂർ പ്രകാശ് എന്ന കരുത്തനായ നേതാവ് അന്ത്യം കുറിച്ചത്. മരപ്പട്ടികളെ പോലെ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക് അടൂർ പ്രകാശ് നൽകിയ മറുപടി ഇന്ന് ഓരോ കോൺഗ്രസ് പ്രവർത്തകനും അഭിമാനത്തോടെയാണ് കേട്ടു നൽകുന്നത്. പോറ്റി വീട്ടിൽ പോയി കണ്ടു, ബാംഗ്ലൂരിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി, സോണിയാഗാന്ധിക്കൊപ്പം കൊണ്ടുപോയി. ഇങ്ങനെ റിപ്പോർട്ടർ ചാനൽ പടച്ചുവിട്ട ഓരോ കഥയും പച്ചക്കള്ളമാണെന്ന് അടൂർ പ്രകാശ് ഇന്ന് തെളിവുകൾ സഹിതം ബോധ്യപ്പെടുത്തി. ഒരാൾ തന്നെ വന്ന് കാണുമ്പോൾ അയാൾ നാളെ ഒരു കൊള്ളക്കാരനാകുമെന്നും മുൻകൂട്ടി അറിയാൻ താൻ പ്രവാചകനല്ലെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ലളിതമെങ്കിലും അർത്ഥവത്താണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ കാണാൻ വരുന്നവരോട് മാന്യമായി പെരുമാറുന്നത് തന്റെ ശൈലിയാണെന്നും അതിൽ തനിക്ക് ഭയപ്പെടാനൊന്നുമില്ല എന്നും അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കി. ഒളിച്ചോടാൻ താൻ ഒരു കുറ്റവാളിയല്ല എന്ന അദ്ദേഹത്തിന്റെ ഉറച്ച ശബ്ദം ചാനൽ അജണ്ടകളെ നിശബ്ദമാക്കി. വാർത്താ സമ്മേളനത്തിനിടയിൽ ചോദ്യം ചോദിക്കാനെത്തിയ റിപ്പോർട്ടർ ചാനൽ പ്രതിനിധിയെ അടൂർ പ്രകാശ് നേരിട്ട രീതിയാണ് ഈ പത്രസമ്മേളനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മാധ്യമപ്രവർത്തനത്തിന്റെ പേരിൽ രാഷ്ട്രീയ കൊട്ടേഷൻ എടുക്കുന്നവരോട് മാന്യത കാണിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം തെളിയിച്ചു. മരമുറി ചാനൽ എന്ന വിളിപ്പേരുള്ള റിപ്പോർട്ടർ ചാനൽ തന്റെ മേൽ കുതിര കയറാൻ വരണ്ടെന്നും ഭരണകൂടത്തിന് പാദസേവ ചെയ്യുന്നവരോട് പുച്ഛം മാത്രമാണെന്നും അദ്ദേഹം ആഞ്ഞടിച്ചു. ഒരു പൊതുപ്രവർത്തകനെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ അതിനെ എങ്ങനെ നേരിടാമെന്ന് അദ്ദേഹം ഓരോ രാഷ്ട്രീയ പ്രവർത്തകനും കാണിച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. സ്വന്തം പാളയത്തിലെ അഴിമതികൾ പുറത്തു വരുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു മാധ്യമങ്ങളെ കണ്ട് ഓടുന്ന മുഖ്യമന്ത്രിയുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ഭീരുത്വമല്ല അടൂർ പ്രകാശ് കാണിച്ചത്. ആർക്കും ഏത് ചോദ്യവും ചോദിക്കാമെന്നും എന്തിനും തന്റെ പക്കൽ മറുപടിയുണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സത്യം കൈവശമുള്ളവന് ആരെയും ഭയപ്പെടേണ്ടതില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ആ പത്രസമ്മേളനം. കടകംപള്ളി സുരേന്ദ്രനെ പോലെ മാധ്യമങ്ങളെ പേടിച്ച് ഒളിക്കുന്നവർക്ക് അടൂർ പ്രകാശിന്റെ ഈ ധീരത ഒരു പാഠമാണ്. CPM സൈബർ പോരാളികളും റിപ്പോർട്ടർ ചാനലും ചേർന്ന് നടത്തിയ ഈ നാടകം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അത് അവർക്ക് വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയായി മാറുകയും ചെയ്തു. വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കും കുടുംബത്തെ വലിച്ചിഴയ്ക്കാനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭരണകൂടത്തിന് വേണ്ടി മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടവർ അടിമപ്പണി ചെയ്യുമ്പോൾ അവരെ വിറപ്പിക്കാൻ അടൂർ പ്രകാശിനെ പോലുള്ള നേതാക്കൾ മതി എന്ന് ഇന്ന് കേരളം മനസ്സിലാക്കി. അടൂർ പ്രകാശിന്റെ ഈ തുറന്നു പറച്ചിൽ ഒരു തുടക്കം മാത്രമാണ്. അഴിമതിയുടെയും കൊള്ളയുടെയും തിരക്കഥകൾ എഴുതുന്നവർക്ക് ഇനി അങ്ങോട്ട് സ്വൈര്യമുണ്ടാകില്ല. സത്യത്തിന്റെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ തകർക്കാൻ ഇത്തരം ചാനൽ നാടകങ്ങൾ കൊണ്ട് കഴിയില്ല. അടൂർ പ്രകാശ് എന്ന പോരാളിയുടെ ഈ വിജയം ഓരോ നീതിനിഷ്ഠരായ മനുഷ്യർക്കുമുള്ള വിജയമാണ്. റിപ്പോർട്ടർ ചാനലിന്റെ നുണക്കഥകൾ ഇനി ആരും വിശ്വസിക്കില്ലെന്ന ഉറപ്പോടെ നമുക്ക് മുന്നോട്ട് പോകാം.